എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന കേരള PSC വഴി KCBയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. 2026 ഏപ്രിൽ 20 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം KCBയിലേക്ക് വർക്കർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ഗസ്റ്റഡിൽ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ വേക്കൻസിയും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ജനറൽ റിക്രൂട്ട്മെന്റ് ആണ്, ജില്ലാതലമാണ്. വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വർക്കർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. ഈ വരുന്ന ഗസ്റ്റഡിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. കേരള PSC 1 ടൈം പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് നേരത്തെ വന്നൊരു നോട്ടീസാണ്. ഈ നോട്ടീസിൽ എത്ര വേക്കൻസി ഉണ്ട്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എത്ര വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ KCBയുടെ ഈ നോട്ടീസിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര വേക്കൻസി ഉണ്ട്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഹൈറ്റ്, ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 985 വേക്കൻസിയാണ് വർക്കർ തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻറ്റും കൂടാതെ 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ തസ്തികയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 157.48 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 144.78 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നോട്ടിഫിക്കേഷൻ ഈ വരാൻ പോകുന്ന ഗസ്റ്റഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. കേരള PSC 1 ടൈം പ്രൊഫൈലിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്